നിങ്ങളൊരു വിദേശയാത്രയ്ക്ക് പോവുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ എയർപോർട്ടിൽ പോകുന്നു, അവിടെ ലഗേജ് ചെക്ക് ഇനിൽ കൊടുക്കുന്നു, അവരതിൽ ടാഗ് ഒട്ടിക്കുന്നു, അത് കഴിഞ്ഞ് അത് കൺവെയർ ബെൽറ്റിലൂടെ വിടുന്നു. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി, നിങ്ങൾ എത്തേണ്ട രാജ്യത്തെത്തി. അവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞതോടുകൂടി അവിടുത്തെ അധികൃതർ നിങ്ങളെ വിലങ്ങ് വെക്കുന്നു. മയക്കുമരുന്ന് കടത്തിയതിന് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഒരു സിനിമാ കഥയുമല്ല. വാസ്തവത്തിൽ ലോകത്ത് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ലോകത്ത് പല സ്ഥലത്തും മയക്കുമരുന്ന് മാഫിയ മയക്കുമരുന്ന് കടത്തുന്നതിനായി ലഗേജ് ടാഗ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു പുതിയ വിദ്യ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് അതിലൊരു ടാഗ് ഒട്ടിക്കുന്നു. അതിൽ നിങ്ങളുടെ പേര്, ഡെസ്റ്റിനേഷൻ, ഫ്ലൈറ്റ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് കൺവെയർ ബെൽറ്റിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അകത്ത് ഡ്രഗ് മാഫിയയായിട്ട് ബന്ധമുള്ള സ്റ്റാഫ് ഈ ലഗേജ് എടുത്ത് അതിൽ നിന്ന് ആ ടാഗ് അഴിച്ച് ഡ്രഗ്സ് കൊണ്ടുവരുന്ന മറ്റ് ലഗേജിലേക്ക് ഒട്ടിക്കുന്നു. ഡെസ്റ്റിനേഷൻ പോയിന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ട രാജ്യത്തെത്തുമ്പോൾ അവിടെ ഈ കസ്റ്റംസിൽ ഈ ലഗേജ് പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ പേരാണ് അതിലുണ്ടാവുക. അഥവാ പിടിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഈ ലഗേജ് അവർ കളക്ട് ചെയ്ത് അവർ റെപ്രസെന്റേറ്റീവ് കളക്ട് ചെയ്യുന്നു. ഒരിക്കലും ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലഗേജ് നിങ്ങളുടേതല്ല എന്ന് പ്രൂവ് ചെയ്യാത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങളുടെ ടാഗ് അതിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം കാനഡയിൽ നിന്നും യാത്ര ചെയ്ത 17ഓളം യാത്രക്കാരാണ് വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ കുറ്റവാളികളായി പിടിക്കപ്പെട്ടത്. നിരപരാധികളാണെന്ന് അവർക്ക് പിന്നീട് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും അതിനകം സമയനഷ്ടം, മാനഹാനി, പണനഷ്ടം, നിയമോപദേശങ്ങൾക്കും മറ്റുമായിട്ടുള്ള പണനഷ്ടം, ഇങ്ങനെയെല്ലാം അവർക്ക് സംഭവിച്ചു. ഇത് പല രാജ്യങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് വധശിക്ഷ വരെ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരമൊരു അവസ്ഥ വന്നുവിട്ടാലുള്ള ഒരു സ്ഥിതി ആലോചിച്ച് നോക്കും. നമ്മളും ഈ അവസ്ഥയിൽ പെടാതിരിക്കാനുള്ള 2-3 ടിപ്പുകൾ പറയാം. ഒന്ന്, വൺസ് ഈ ലഗേജ് ടാഗ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഇൻ കൗണ്ടറിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, ആ ലഗേജും ആ ടാഗും ഉൾപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു വെക്കുക. പിന്നീട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മളുടെ ലഗേജ് ഇതാണ് എന്നുള്ളത്. രണ്ടാമത്തത്, ഈ ലഗേജ് കൺവെയർ ബെൽറ്റിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ഷോർട്ട് വീഡിയോ എടുത്തു വെക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ലഗേജ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള സാധനങ്ങൾ എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക. നമ്മൾ എന്താണ് അതിൽ ക്യാരി ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ്. നാലാമത്തത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. എയർ ടാഗ് പോലെയുള്ള സ്മാർട്ട് ട്രാക്കേഴ്സ് ഘടിപ്പിക്കുക ലഗേജിനുള്ളിൽ. അപ്പോൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ മറ്റൊരു ലഗേജ് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യപ്പെട്ടാൽ പോലും നിങ്ങളുടെ ആക്ച്വൽ ലഗേജ് മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സ്വപ്നയാത്ര ഒരു ജയിൽ ശിക്ഷയായി മാറാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ. യാത്ര ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ട്രാവൽ സേഫ്.